ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ടു ആൾ. നിങ്ങളെ ഒരു കടയിൽ ഒരു മോഷണം ഉണ്ടായെന്ന് വയ്ക്കും, അല്ലെങ്കിൽ അയാള് ഒരു കുറച്ച് ഹീറോയിനോ ബ്രൗൺ ഷുഗറോ അയാളുടെ കയ്യിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സായുധമായിട്ട് ഒരാൾ കവർച്ച ചെയ്തെന്ന് വയ്ക്കും. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ, ഒരാളെ മർഡർ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ എല്ലാം ഒരാളെ ശിക്ഷിക്കപ്പെട്ടെന്ന് കരുതുക. അപ്പോൾ അയാൾക്ക് നിങ്ങൾ എന്ത് സെന്റൻസ് കൊടുക്കും? ഇപ്പം ഒരേ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു സമാനമായ എന്താ പറയുക ഒരു 10 ആളുകൾ എടുത്താൽ അവർക്ക് ശിക്ഷ ലഭിക്കുന്നത് നോക്കുക വെച്ചാൽ ഒരേ ടൈപ്പ് ഓഫ് പണിഷ്മെന്റ് എല്ലാവർക്കും. നമ്മുടെ നാട്ടിലെ പല വിധികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില കൂട്ടർക്ക് കിട്ടുന്നത് പ്രൊബേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് 2 വർഷം തടവ് ശിക്ഷയായിരിക്കും, മറ്റൊരാൾക്ക് 10 വർഷം തടവ് ശിക്ഷയായിരിക്കും. ചില കൂട്ടർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് വിട്ടയക്കപ്പെടുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പല ആൾക്കാരും കുറ്റം ചെയ്യുന്ന ഒരേ ക്രിമിനൽ ലോ ആണ്, പക്ഷേ ഇവരൊക്കെ പണിഷ്മെന്റ് കോടതി ചെയ്യുന്നത് നമ്മളെ കിട്ടുന്നത് ഇവർക്ക് ഡിഫറെന്റ് റിസൾട്ടാണ് അല്ലേ? അത് ഒരു കാര്യമല്ലേ? ക്രിമിനൽ ശിക്ഷകള് പിന്നെ ആൾക്കാർ ചോദിച്ചപ്പോൾ ഈ ക്രിമിനൽ ശിക്ഷന്റെ കുറ്റകൃത്യവും പരാതിക്കാരന്റെ സ്വഭാവം നോക്കണം, സാഹചര്യങ്ങൾ എങ്ങനെയാവും, ഇയാൾ മർഡർ ചെയ്ത സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇയാൾ ഒരു കട മോഷ്ടിക്കാനോ അല്ലെങ്കിൽ വേറൊരാളെ കൊല്ലാനോ അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റത്ത് പൈസ പിടിച്ചു പറിക്കാനോ ഉള്ള ഒരു സാഹചര്യം അയക്കുന്നുണ്ടായി, അതുകൊണ്ട് അയാൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കുക. കോടതി ഇങ്ങനെയുള്ള ആൾക്കാർ പലതും പറഞ്ഞ് കേൾക്കുന്ന കാണുന്നുണ്ട്. പല സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ വിധി പറയുന്നത്. അങ്ങനെ ആയിരിക്കണം വിധി എന്നുള്ളതാണ്. അത് ഒരു വേ ഓഫ് തിങ്കിങ് അല്ലേ? അപ്പോൾ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, 10 സിനിമ നിരൂപകർ ഒരു സിനിമ കണ്ടാൽ അവർക്ക് 10 ഒപ്പീനിയൻ ആയിരിക്കും അല്ലേ? ഒരു 10 വൈൻ ടേസ്റ്റ് ചെയ്ത ആൾക്കാർ ടേസ്റ്റ് ചെയ്താൽ എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ ആയിരിക്കില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, ഒരു നോവല് 10 ആൾ വായിച്ചാൽ അവർക്ക് 10 അഭിപ്രായമായിരിക്കും അല്ലേ? ഒരഭിപ്രായം ഉണ്ട്, നിങ്ങൾ എല്ലാവർക്കും ഒരു സിംഗിൾ ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാകും നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഓൾവേസ് വെൽക്കം ആണ്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഓൾവേസ് വെൽക്കം. എല്ലാവർക്കും ഒരേ ഇഷ്ടങ്ങളും എല്ലാവർക്കും ഒരേ അനിഷ്ടങ്ങളുമുള്ള ഒരു ലോകത്ത് ജീവിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവും. എല്ലാവർക്കും ഒരേ കളർ സാരിയെ ഞാൻ ഇഷ്ടം, കളറിന്റെ സാരിയെ മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സാരി ആണെങ്കിൽ എല്ലാവർക്കും ഒരു മഞ്ഞ കളറാണെങ്കിൽ മഞ്ഞ കളർ, അല്ലെ ചുവപ്പ് കളറാണെങ്കിൽ ചുവപ്പ് കളർ, എല്ലാവർക്കും അതാ മാത്രം ഇഷ്ടം. വേറെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവിടെ ഇല്ല. അപ്പം അങ്ങനെയുള്ളൊരു ലോകം വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഇന്ത്യയിൽ പല വിധിന്യായങ്ങളും ഉണ്ടായിട്ടുള്ള ഹിസ്റ്റോറിക് വിധിന്യായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പല ജഡ്ജസും പല വിധികൾ പറയുന്നുണ്ടല്ലോ. അതിൽ നമ്മളെ ഈ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഇപ്പോഴത്തെ ജഡ്ജ് വളരെ ഫേമസ് ആണ്. അയാള് പല ഹിസ്റ്റോറിക്കൽ വെർഡിക്റ്റ് ചെയ്ത് നമ്മളെ ശബരിമല വെർഡിക്റ്റ്, പിന്നെ ഒരു അശോകൻ എന്ന് പറഞ്ഞ ഒരാളെ മകള് ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ച സമയത്ത് വിധി പറഞ്ഞ അയാളതാ. കുട്ടീൻ്റെ പേര് എന്തൊരു പേരുണ്ടാകും, കുട്ടി മതം മാറി പിന്നെ പ്രൈവസിയിലൊക്കെ ഇതിലൊരു വിധി പറഞ്ഞ ജസ്റ്റിസ് YB ചന്ദ്രചൂഡാണ്. ശബരിമല അയാൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് പറഞ്ഞത്. അതുപോലെ അയാൾ അബ്രഗേഷൻ പല വിധിയിലും എന്താ പറയുക, അർണബ് ഗോസ്വാമിനൊക്കെ ബെയിലിന് വേണ്ടി വിധി പറഞ്ഞ അയാളാണ്. മൾട്ടിപ്പിൾ മർഡർ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വന്ന സമയത്ത് ജസ്റ്റിസ് അഹമ്മദി എന്ന് പറഞ്ഞ വേറൊരു ജസ്റ്റിസ് ഉണ്ടായിരുന്നു, യൂണിയൻ കാർബൈഡിനൊക്കെ വിധി പറഞ്ഞ വളരെ വളരെ ഫേമസ് ആയ വെർഡിക്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മികച്ച വെർഡിക്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ പലതരത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ പല വിധികളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. മറ്റേ എന്താ പറയുക, നമ്മളെ വടകരയിൽ ഒരു ചന്ദ്രശേഖരനുള്ള വിധിയും അതിൻ്റെ പിന്നിലുള്ള ഒരു ന്യൂസ് വേല നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് പല ഡിഫറെൻറ്റ് വെർഡിക്റ്റ് വരുന്ന സമയത്ത് ഇതിൽ ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് നല്ലൊരു ബെസ്റ്റ് വെർഡിക്റ്റിന് ഒരു പ്രൈസ് പോലെ നമുക്ക് കൊടുത്തുകൂടാ? അപ്പോൾ നമുക്ക് ശബരിമലയിൽ നല്ലൊരു വെർഡിക്റ്റാണ് നിങ്ങൾ എല്ലാവരും കരുതുന്നുണ്ട്, ഗവൺമെൻറ് വിചാരിക്കേണ്ട എല്ലാവരും എടുക്കാണ്ട് അത് നല്ലൊരു വെർഡിക്റ്റാണ് ജഡ്ജി കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ബെസ്റ്റ് വെർഡിക്റ്റ് ആൻഡ് വേസ്റ്റ് വെർഡിക്റ്റ് ആയിട്ട് നോക്കണം. ബെസ്റ്റ് വെർഡിക്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഒരു പ്രൈസ്. അപ്പോൾ അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അതെന്താ നമ്മളെ ഇന്ത്യയിൽ ഇല്ലാത്ത, അത് വൈ പീപ്പിൾ ആർ നോട്ട് വെൽക്കമിങ് ടു ഗീവ് ദ പ്രൈസ് ഫോർ എ ബെസ്റ്റ് വെർഡിക്റ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കോമൺ പ്രോബ്ലം പല കമ്പനിയും വർക്കൗട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഉപഭോക്തൃ പ്രശ്നത്തിന്
ഒരു നൂതന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരവധി കമ്പനികൾ ഒരേ സമയത്ത് പരിശ്രമിക്കും. അതിൽ ഞാനൊരു എക്സാമ്പിൾ, ഒരു ടെലികമ്മ്യൂണിക്കേഷൻ പണ്ട് കാലത്ത് ഇന്ത്യയിൽ നിങ്ങൾക്കറിയില്ല, നമ്മളൊന്നും ചെറുപ്പകാലത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല. ആ പണ്ടത്തെ ഒരു STD ഫോണായിരുന്നു. പിന്നെ അത് ഈ കോയിൻ ഇട്ടിട്ടുള്ള വല്ലം വന്നത്, അതൊക്കെയാണ് നമ്മളെ യങ്ങർ ടൈമിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ കുറേ കമ്പനികൾ വർക്ക് ചെയ്തുകൊണ്ടാണ് ആ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഇത്രയധികം കാറൊന്നും എൻ്റെ ചെറുപ്പകാലത്തും ഈ അടുത്ത കാലത്ത് ഉണ്ടായില്ല. ഇതെല്ലാം കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തെ ഒരു എക്സ്പ്ലോഷൻ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കാറുകൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിപ്പം പോയിന്റ് A ടു പോയിന്റ് B പോകണം. അത് കാറായാലും ശരി, സൈക്കിളായാലും ശരി, ബൈക്കായാലും ശരി, ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എത്ര കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ, ഓട്ടോമൊബൈൽ കമ്പനികൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഉപഭോക്താവിന്റെ ഒരു വലിയൊരു പ്രശ്നത്തിന് കുറേ കമ്പനികൾ വർക്ക് ചെയ്യുക. അപ്പോൾ അതിനൊരു പ്രശ്നത്തിന് ഒരു പരിഹാരങ്ങൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതെന്താ ഇതൊക്കെ ഈ പറയാനുള്ള കാരണം, ഞാനിത് എന്താണ് കാരണം? ഈ സ്റ്റോക്ക് മാർക്കറ്റിലും അതിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സ്റ്റോക്കിന്റെ മൂല്യം, വാല്യൂവിനെ കുറിച്ചിട്ട് ഈ ഡിഫറെന്റ് അനലിസ്റ്റ് ട്രേഡേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്ത വിലയിരുത്തുകളാണ് നടത്തുന്നത്, അതിനെ അനലൈസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും അനലൈസ് ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റോക്ക്. ഞാൻ നാളെ ഇപ്പം ഏഷ്യൻ പെയിന്റിന്റെയോ അല്ലെങ്കിൽ റിലയൻസിന്റെയോ ഭാരതിന്റെയോ സ്റ്റോക്ക് ആണെങ്കിൽ അതിന് കുറേ ആൾക്കാർ ട്രേഡേഴ്സ് അനലൈസ് ചെയ്യും. ഞാൻ ഈ പ്രൈസ് കൊടുക്കാൻ റെഡിയില്ല, മറ്റേ ആൾ പറയും ഞാൻ ഈ പ്രൈസിന് ബയാൻ റെഡിയാണ്. ഇങ്ങനെയുള്ള ഒരു ഡിഫറെന്റ് ഒപ്പീനിയൻ മാർക്കറ്റിൽ എപ്പോഴും ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വൈൻ ടേസ്റ്റിംഗ്, 10 നോവൽ വായിച്ച ഡിഫറെന്റ് ഒപ്പീനിയൻ. അതുപോലെ 10 ഒരു സ്റ്റോക്കിന് അനലൈസ് ചെയ്യുമ്പോൾ 10 ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടാവും. മനസ്സിലായോ? 10 അനലിസ്റ്റ് വന്നിട്ട് TV-യിൽ പറയും 10 ഡിഫറെന്റ് ഒപ്പീനിയൻ. ഒരാൾ ബൈ പറയും, ഒരാൾ സെല്ല് പറയും. അല്ലെ, അത് രണ്ടല്ലേ പറയാൻ പറ്റൂ. ഒരാൾ ഹോൾഡ് ചെയ്യാൻ പറയും, 3 പറയാൻ പറ്റുന്നിരിക്കും. അപ്പൊ ഇതിൽ ചില കൂട്ടർ പണം ഉണ്ടാക്കും, മറ്റുള്ളവർ നഷ്ടപ്പെടുകയും ചെയ്യും. അതാണല്ലോ, ഒരാൾക്ക് നഷ്ടപ്പെട്ടാലും മറ്റുള്ള ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ് ഒരു വിപണിനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കഥകൾ പറഞ്ഞ ഡിഫറൻസ് ഓഫ് വെർഡിക്റ്റ്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ്, ഡിഫറൻസ് ഓഫ് നമ്മളെ ടേസ്റ്റ്. നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഒരു തംസപ്പ് അടിച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് ശരിക്കും സത്യത്തിൽ അങ്ങനെയാണോ? എല്ലാവർക്കും ആ ഭക്ഷണം ഡിഷ് ഇഷ്ടമാണോ? നിങ്ങളുടെ വീട്ടിലൊരു 5 ഇരിക്കുക, നിങ്ങളുടെ വീട്ടിൽ കിച്ചൺ നിങ്ങളെ അമ്മയോ അല്ലെങ്കിൽ സിസ്റ്ററോ ആരും കുക്ക് ചെയ്തൊരു ഫുഡ് നിങ്ങൾ കഴിച്ചു, അതിൽ 5 ഒപ്പീനിയൻ ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടം സാധ്യതയില്ലല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു തംസപ്പ് ഇടുക എന്ന് വെച്ചാൽ അത് ഒരു ഓണസ്റ്റ് ഒപ്പീനിയൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നു എനിക്ക് വലിയ പ്രതീക്ഷയും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അപ്പോൾ ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ മാർക്കറ്റിന് ഉണ്ടാക്കുന്ന ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അപ്പോൾ അതിന് വേറൊരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ഈ വ്യാപാരികളിൽ അതിൻ്റെ അകത്ത് ഒരാൾ എന്ത് വെച്ചാൽ ഈ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത് ആ കമ്പനീന്റെ സ്റ്റോക്കിനെ തന്നെ അനലൈസ് ചെയ്യാൻ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ അനലിസ്റ്റ് എങ്ങനെ അനലൈസ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം, റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഒരു ആളെ തന്നെ അതിന്റെ സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാൻ അപ്പോയിന്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ റിലയൻസിന്റെയാണ് CNBC TV മണി കൺട്രോൾ എല്ലാ ആളുകളും. ഈ റിലയൻസിന്റെ ഷെയർ CNBC TV മണി കൺട്രോൾ എന്താണ് പറയാറ്? സെല്ല് പറയോ ബൈയോ പറയോ? നിങ്ങളന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ അന്നേരത്തുനിന്ന് പറ്റുന്ന വെച്ചാൽ ഇവരെ കോ വർക്കേഴ്സിന് അതേ സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വളരെ വ്യത്യസ്തമായ വിലയിരുത്തുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സ്റ്റോക്കിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ വെച്ചാൽ മാർക്കറ്റിൽ നോയ്സ് ഉണ്ടാവും. അതാണ് ഈ നോയ്സ്. ഇങ്ങനെ നോയ്സ് വരുമ്പം അതൊരു വലിയൊരു പ്രശ്നമാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നം ഈ നോയ്സ് തന്നെയാണ്. അപ്പോൾ എന്താ വേണമെന്ന് വെച്ചാൽ സാധാരണ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിലും എന്താ മറ്റുള്ള ഇൻഷുറൻസ് കമ്പനികളിലും ഉള്ളതുപോലെ ഈ എല്ലാം ഈക്വലി കോമ്പറ്റന്റ് ആയ അനലിസ്റ്റുകൾ ഒരു വിധിന്യായം നടത്തുന്നത് അതൊരു കറക്റ്റ് റിസൾട്ടിലെത്താൻ എനിക്ക് തോന്നുന്നത്. അപ്പോൾ എപ്പോൾ ഈ നോയ്സ് ആണ് ഈ മാർക്കറ്റിൽ ഉണ്ടാക്കുന്നത് എല്ലാവരും. അപ്പോൾ ഈ നോയ്സ് ആണ് ഈ എറർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നോയ്സിന് എല്ലാവർക്കും എന്താ പറയുക, അതിനൊരു നിങ്ങൾ നോയ്സ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ നോയ്സ് മാർക്കറ്റിൽ വരുമ്പോൾ എല്ലാവർക്കും മാർക്കറ്റിൽ അതിന്റെ എറർ ഉണ്ടാവും. സോ ദ ലോവർ ദ നോയ്സ് ദ ബെറ്റർ ദ റിസൾട്ട്. അപ്പോൾ നമ്മളെ ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ തവണ എല്ലാ സിഫോളജിസ്റ്റും വന്ന് നമ്മളെ ഇലക്ഷൻ സമയത്ത് പ്രിഡിക്റ്റ് ചെയ്ത് പല സ്ഥലത്തും അതിന്റെ റിസൾട്ട് അവരെ കറക്റ്റായിട്ട് പറയാൻ പറ്റിയിട്ടില്ല.
അതിലൊരു കാരണം ഇതാണ് ഇവരെ ഈ നോയ്സും ആൻഡ് ടു മച്ച് ഓപ്റ്റിമിസ്റ്റിക്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊരു കമ്പനി എക്സ് എന്നുള്ളൊരു കമ്പനി എടുത്തിട്ട് ഒരു വലിയൊരു കമ്പനിയാണെന്ന് വെച്ചു, എല്ലാവരെയും സെയിൽസ്മാൻമാരോട് ഇവർ പറയുന്ന സെയിൽസ് ഫോർകാസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രവചിക്ക് സെയിൽ റീജിയൻ എ, റീജിയൻ ബി, റീജിയൻ ഡി എനിക്ക് എത്ര സെയിൽ കൊണ്ടുവരാൻ പറ്റുന്ന അത് തന്നെ പറയും. ഇതെങ്ങനെയാണ് അവർ പറയുക? അത് എങ്ങനെയാ പറയാന്ന് വെച്ചാൽ അതൊരു തരത്തിലുള്ള ഈ വോട്ടിംഗ് സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന പോലത്തിനാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന്റെ വിപണനം എങ്ങനെ പ്രവചിക്കുന്ന എന്ന് വെച്ചാൽ ഈ ഓരോ ഏരിയയിലുള്ള മാർക്കറ്റ് ഷെയർ നോക്കുക. നിങ്ങൾ എത്ര ഇപ്പൊ ABCD റീജിയനുള്ള മാർക്കറ്റ് ഷെയർ നമുക്ക് കമ്പനിക്ക് എത്രയുണ്ട്, അതിൽ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുക്കാൻ 10% സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുക്കാതിരിക്കുക. ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ എവിടെ ഇത് എറർ വരുന്നത്, ഇവരെ ഈ പ്രവചനങ്ങൾക്ക് എറർ വരുന്നത് അൺഅക്സെപ്റ്റബിൾ എമൗണ്ട് ഓഫ് നോയ്സ് ഇൻഡിക്കേറ്റ്സ് ദി ഫോർകാസ്റ്റേഴ്സ് ആർ നോട്ട് ഡിസിപ്ലിൻ. നോയ്സ് വരുന്ന സമയത്ത് അപ്പോൾ ഫോർകാസ്റ്റേഴ്സിന് എറർ വരും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർകാസ്റ്റ് ആൻഡ് ഔട്ട്കം വലിയ വ്യത്യാസം ഉണ്ടാവും. അതാണ് നമ്മളെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ റിസൾട്ടൊക്കെ കംപ്ലീറ്റ് റോങ് ആയിപ്പോ പല ഏരിയയിലും. പിന്നെ ഈ മെജോറിറ്റി ഓഫ് ദി ഈ ഫോർകാസ്റ്റേഴ്സ് വെച്ചാൽ ഈ ഓപ്റ്റിമിസ്റ്റിക് അവർക്ക് വലിയൊരു പിശകായിട്ട് വരാറുണ്ട്. അതായത് നമ്മൾ കൈവരിക്കാൻ പോകുന്ന വിപണി വിഹിതത്തെ അമിതമായിട്ട് നമ്മൾ കണക്കാക്കുക. ഈ ഇലക്ഷനിൽ ഇവിടെ എന്തായാലും ജയിക്കുന്നുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു ഓപ്റ്റിമിസം, എത്ര പൈസ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ഓപ്റ്റിമിസം അത് റോങ് തന്നെയാണ്. സോ അതാണ് അതിന് ഓപ്റ്റിമിസ്റ്റിക് എറർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദേ ഓവർ എസ്റ്റിമേറ്റ് ദ മാർക്കറ്റ് ഷെയർ ദാറ്റ് വുഡ് അച്ചീവ്. അതാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നത്, ഈ ഓവർ എസ്റ്റിമേറ്റ്. നാളെ എൻ്റെ കമ്പനി പിന്നെ ഈ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാൻ വെച്ചാൽ നാളെ ഏഷ്യൻ പെയിൻറ്റ് നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ ഭാരതി എയർടെൽ നാളെ റിസൾട്ടിന് ഓവർ എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കിന് കണക്കായിട്ട് ആ റിസൾട്ടിന് മുന്നിൽ തന്നെ സ്റ്റോക്ക് റൺ ചെയ്യും. അന്നേരത്ത് കുറേ ആൾക്കാർ പോയിട്ട് ആ സ്റ്റോക്കിൽ വാങ്ങിക്കഴിഞ്ഞ് മാർക്കെല്ലാം പൈസ നഷ്ടപ്പെടുകയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മനസ്സിലായി. ഇപ്പോൾ ഈ ഓവർ എസ്റ്റിമേഷൻ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ഈ എല്ലാ അനലിസ്റ്റും വന്നിട്ട് അവർ പറയും ആ സ്റ്റോക്ക് ഇനി റിസൾട്ട് വരാൻ ഇനി വലിയ റിസൾട്ടാണ് വരുന്നത്. പക്ഷേ ഇവർക്ക് അതൊരു ഓവർ എസ്റ്റിമേഷനാണ് ശരിക്കും വെച്ചാൽ. അപ്പോൾ അന്നേരം ചില സമയത്ത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തുള്ള റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അല്ലാണ്ട് ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേ ഞാൻ ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാം. ഒരു നല്ല ന്യൂസ് വെച്ച് തുടങ്ങാം ആദ്യം തന്നെ. അപ്പോൾ നമ്മളെ LTI മൈൻട്രീൻ്റെ നല്ല റിസൾട്ടാണ് വന്നത് ഞാൻ കേട്ടത്, വന്നത് അനൗൺസ് ചെയ്തത്. അത് അവരെ Q1 റവന്യൂ എന്ന് പറയുന്നത് 5.1% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, റോസ് ടു 5.1%, 91.43 ബില്യൺ റുപ്പീസ്. അതുകൊണ്ട് നാളെ എന്തായാലും മാർക്കറ്റിൽ LTI മൈൻട്രി നല്ലൊരു ജമ്പ് കാണിക്കുന്ന വിചാരിക്കുന്നു. മറ്റുള്ള ഈ വിപ്രോവും HCLും TCS ഒക്കെ നല്ലൊരു കുറച്ച് മൂവ്മെൻറ്റ് അവരുടെ റിസൾട്ടിന് ശേഷം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ LTI മൈൻട്രി നല്ലൊരു റിസൾട്ട് വരും. ഇനി നമുക്ക് നാളത്തെ ബാഡ് ന്യൂസ് എന്താന്ന് പറയാം. ബാഡ് ന്യൂസ് വെച്ചാൽ ഞാൻ വായിച്ചു വെച്ചാൽ നമ്മളെ കർണാടകയിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തൊരു വലിയൊരു ബ്ലണ്ടർ. കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ടെക്കുകൾ ഹബ്ബാണല്ലോ ബാംഗ്ലൂർ. അവരൊരു പുതിയൊരു ബില്ല് കൊണ്ടുവരുന്നുണ്ട്. 50% തൊട്ട് 70% വരെയുള്ള ജോബ് ഇനി ലോക്കൽസിന് മാത്രമേ അവിടെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് വലിയൊരു പ്രശ്നമാവും. കാരണം കർണാടകയിൽ ഏകദേശം 14 മില്യൺ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്, ഈവൻ ഇന്റർനാഷണൽ ഫേംസ് റേഞ്ചിങ് വാൾമാർട്ട്, ആൽഫബറ്റ് ഇതുപോലത്തുള്ള കമ്പനികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ ടാലന്റിനെ ഹയർ ചെയ്യാൻ പറ്റുന്നതാണ് അത് വലിയൊരു ബാഡ് ന്യൂസ്. പക്ഷേ ഇതൊരു വലിയൊരു കെവിയാറ്റ് എന്താ വെച്ചാൽ ഇതിപ്പോൾ പേടിപ്പെടുന്ന സ്വപ്നം എന്താ വെച്ചാൽ ഇതേ ഒരു ട്രെൻഡ് ഇനിയിപ്പം മഹാരാഷ്ട്രയിലും അടുത്തുതന്നെ തുടങ്ങൂല. അത് കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് തമിഴ്നാടായിരിക്കും. എല്ലാ സ്റ്റേറ്റും ഇതുപോലെ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ നമ്മളെ കേരളക്കാർ നമ്മളെ കുട്ടികളൊക്കെ കുറേ ബാംഗ്ലൂരൊക്കെ വർക്കുന്നത്, ഇവരൊക്കെ ഇവിടെ പോകുന്ന എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ വലിയൊരു പ്രശ്നം തന്നെ ആയിരിക്കും. ഓരോ സ്റ്റേറ്റുകാർ അവരെ ലാംഗ്വേജിൽ വെച്ചിട്ട് ഇനി ഇന്റർവ്യൂലും ചെയ്യണമെന്നല്ല പറഞ്ഞാൽ ഇപ്പം തന്നെ കർണാടകയിൽ കുറച്ച് മുമ്പ് എന്താ കന്നഡയിൽ ബോർഡ് വെക്കണം എന്നുള്ള മറ്റു കുറേ ഷോപ്പിൽ അടിച്ചു പിടിച്ചില്ലെങ്കിൽ കുറച്ച് മുമ്പ് കേട്ടേ. സോ ഇതൊരു ബാഡ് ന്യൂസ് ആയിട്ട് തോന്നി. ഇന്നൊരു ബാഡ് ന്യൂസ് ഞാൻ പറയാം, ഏഷ്യൻ പെയിന്റ് വളരെ മോശം റിസൾട്ടാണ് വായിച്ചത്. അപ്പോൾ നാളെ ഇപ്പോൾ ഏഷ്യൻ പെയിന്റ് എങ്ങനെ പോകുന്നത് എനിക്കറിയില്ല. പക്ഷേ റിസൾട്ട് മോശമാണ്. ഏഷ്യൻ പെയിന്റ് Q1 earnings റിസൾട്ട് മോശമാണ്. അത് 24.5% പ്രോഫിറ്റ് ഫോൾ ചെയ്തിട്ടെന്ന് പറയുന്നത്. അത് ഇവർ പറയുന്ന വലിയൊരു കാരണം വെച്ചാൽ അത് ഗ്രസീം, ബർജർ ഇവരൊക്കെ വലിയൊരു കോമ്പറ്റീഷൻ ഇവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏഷ്യൻ പെയിന്റിന്റെ സെയിൽ വളരെ മോശമായിരുന്നു കേട്ടത്. നാളെ അത് മാർക്കറ്റൊക്കെ തുറക്കുന്ന സമയത്ത് എങ്ങനെ ആവും നമുക്ക് നോക്കാം. പിന്നെ ബൈജു, നമ്മളെ ഇന്ത്യൻ്റെ ബൈജു ഇൻസോൾവൻസി പാപ്പർസോട്ട് ഫയർ ചെയ്യുന്ന കേട്ടെ, ഇൻസോൾവൻസി പ്രൊസീഡിങ്സ്. ബൈജു ക്രിക്കറ്റുകളൊക്കെ BCCI കേസ് കൊടുത്തുന്ന കേട്ടെ. പുള്ളി ആകെ വലിയൊരു ബുദ്ധിമുട്ടിലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള പിന്നെ നമ്മുടെ ജോൺസൺ പറയുന്ന അവരൊരു ഡ്രഗ് ഉണ്ട്, സ്റ്റിലാറ എന്ന് പറഞ്ഞൊരു ഡ്രഗ്.
ഈ സ്റ്റിലാറ എന്ന് പറഞ്ഞ ഡ്രഗ് ഈ ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് പ്ലാക്ക് സോറിയാസിസിനാണ്. ഈ പ്ലാക്ക് സോറിയാസിസ് എന്ന് വെച്ചാൽ ഈ ഒരു സ്കിന്നിൽ വരുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അത് എക്സിമ പോലെയല്ല, എക്സിമേനെക്കാട്ടും കുറച്ചും കൂടി സിവിയർ ആണ് പ്ലാക്ക് സോറിയാസിസ്. അത് വന്നാലും മാറുമൊന്നുമില്ല. അപ്പോൾ അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മരുന്നാണ് ഈ സ്റ്റിലാർ എന്നുള്ളത്. അപ്പോൾ അത് അവർക്ക് വലിയ സെയിലാവും. പക്ഷേ ഇന്ത്യയിലും ആ മരുന്ന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലും അത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അത് വലിയൊരു സെയിലായിരിക്കും ആ കമ്പനിക്ക് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. പിന്നെ നമ്മുടെ വേറൊരു ന്യൂസ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എല്ലാ ഈ ബിയർ കമ്പനികൾ ലൈക്ക് ഹെനിക്കൻ ഇവരുടെ വലിയ ലോകത്തിലുള്ള എല്ലാ ബിയർ കമ്പനികളും ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ബിയർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവരൊരു പുതിയ സ്റ്റഡി പ്രകാരം ഇപ്പോൾ ഉള്ള ഫോറിനിലുള്ള കുട്ടികളൊന്നും കള്ളൊന്നും കുടിക്കുന്നില്ലെന്നാണ്. 20 വയസ്സ് താഴെയുള്ള കുട്ടികളും 20 വയസ്സിന് മുകളിലുള്ള കുട്ടികളും നോക്കുക വെച്ചാൽ ആരും മദ്യപാനികൾ വളരെ കുറഞ്ഞു വരുമോ. ഇപ്പം പണ്ട് കാലത്ത് സിഗരറ്റ് കുറേ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ, ഇപ്പോൾ അവിടെ ഒന്നും ആരും സിഗരറ്റ് വലിക്കുന്നേ ഇല്ല. ഇപ്പോൾ നിങ്ങൾ ബ്രിട്ടനിലായാലും യൂറോപ്പിലൊന്നും പോയി സിഗരറ്റ് വലിക്കുന്ന കൂട്ട് വളരെ കുറച്ചേ കാണാൻ പറ്റും. അപ്പോൾ അതല്ല ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യ, ചൈന ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സിഗരറ്റ് കുറേ സെയിൽ കൂടുതലാണ് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പം ആൽക്കഹോൾ ഫ്രീ ബിയർ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇവരെ പറയുന്നത്. ഇനിയിപ്പോൾ എല്ലാവരും ആൽക്കഹോൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മളിനിയിപ്പം ആൽക്കഹോൾ ഫ്രീ ബിയറിന് ഉണ്ടാക്കേണ്ടി വരും. എന്നിട്ടൊരു കമ്പനി ഇവരിപ്പം മാനുഫാക്ചർ ചെയ്തു. അപ്പോൾ കൊക്കക്കോളയും പെപ്സിയും പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഇതിലേക്ക് വരാൻ പോകാം, ആൽക്കഹോൾ ഫ്രീ ബിയർ ഉണ്ടാക്കേണ്ട പരിപാടി നമ്മൾ തുടങ്ങാൻ പോകാമെന്ന് കേട്ടു. നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർ കുറച്ചും കൂടി അതിനെക്കുറിച്ചൊന്ന് ബോധവാന്മാരുടെ നല്ലതായിരുന്നു. എനിവേ നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നാളെ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. I have one humble request to you to subscribe my channel. Please support me.